കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കൺവെൻഷൻ ചാനലിന്റെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 13 വേദികളായിട്ട് മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ ഇന്ത്യയിൽ പറഞ്ഞതുപോലെ തന്നെ വരും ദിവസങ്ങളിലാണ് കൂടുതൽ ഈ കലോത്സവ നഗരിയിലേക്ക് ആൾക്കാർ എത്തുന്നതും മത്സര ഇനങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാൻ പോകുന്നതും. ഇനി നമ്മൾ ലൈവ് ആരംഭിക്കുമ്പോൾ തന്നെ ഒരു അതിഥി എന്ന് പറയുമ്പോൾ പേഴ്സണലി ഒരുപാട് ഭയങ്കര സന്തോഷമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കൂടുതൽ ഇൻട്രോ കൊടുക്കുക അങ്ങനെ വേണ്ട ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട്. പ്രിയപ്പെട്ട കൃഷ്ണമാഷാണ് എൻ വി കൃഷ്ണമാഷ്. നമസ്കാരം മാഷ്, സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നു. ഓക്കെ. ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ സുന്ദരനായി വരുന്നു. അതെന്താണ് അതിന്റെ ഒരു ഇതെന്താണ് അതിന്റെ ഒരു പിന്നാമ്പുറത്തുള്ള ഒരു ഒളിച്ചു വെച്ച സത്യം എന്താണ്? പിന്നാമ്പുറത്തൊന്നുമില്ല, നമ്മളെ ജീവിത രീതി ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും കൃത്യനിഷ്ഠമായിട്ടുള്ള ആഹാരം, അതിന് കുളി, ജലങ്ങള്, ക്ലാസ് എടുക്കല്, വേറൊന്ന് ഇപ്പം സൈക്കിളിലാണ് എന്റെ സവാരി. യാത്ര ചെയ്യുന്ന യാത്രയുടെ സൈക്കിളിലാണ്, ഇതിലേക്ക് പോയിട്ടില്ല. ദൂരമരിക്കൊക്കെ മാത്രമേ വാഹനത്തിൽ പോയുള്ളൂ. 2 വാഹനം വീട്ടിലുണ്ട്, എങ്കിലും സൈക്കിളാണ് എന്റെ സവാരി. എല്ലാ ടൗൺ ആയാലും കുറച്ച് പരിസരം എല്ലാ ക്ലാസ് എടുക്കുമ്പോഴും സവാരി സൈക്കിളാണ്. പിന്നെ കുറച്ച് എക്സസൈസ് കാര്യമായിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുമ്പം കുട്ടികളെ മുമ്പിന്ന് കാണിച്ചു കൊടുത്ത് കുട്ടികളെ വൃത്തിയിലേക്ക് എത്തിച്ച് പഠിപ്പിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് കുട്ടികൾ മുൻപ് ഒരു കളിക്കുമ്പം അതും ഒരു ആരോഗ്യത്തിന്റെ രഹസ്യമാണെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗുണം ചെയ്യുന്നതാണ് ഭരതകല. അതാണ് മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും കാല് കൈക്ക് എല്ലാം ഒരു ഉന്മേഷം തരുന്നതും ഒരു വൃത്തി തരുന്നതുമാണ് കല. പ്രത്യേകിച്ച് കല, പ്രത്യേകിച്ച് നൃത്തകല. അതുപോലെ ഭരതനാട്യം പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോൾ രണ്ടും ആ ഗുണം കിട്ടും. അതാണെന്ന് തോന്നുന്നു. ഈ മാഷെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. കാരണം മാഷ് ഈ ഒരു വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതെ. ഏത് കാലഘട്ടം മാഷെ? ഏകദേശം എന്റെ കണക്ക് പറഞ്ഞാൽ 65 മുതൽ കാണുന്ന എനിക്ക് തോന്നുന്നു. ഇവിടെ അതെ, പയ്യന്നൂർ 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. അതിന് മുമ്പേ സൗത്ത് LP സ്കൂൾ പയ്യന്നൂർ, മുച്ചിലോട്ട് സൗത്ത് LP സ്കൂൾ എന്റെ വീട്ടിനടുക്കായിരുന്നു. രണ്ടാമത് 6ാം ക്ലാസ് മുതൽ ഇവിടെയായിരുന്നു 10ാം ക്ലാസ് വരെ. ഞാൻ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സൊന്നും കലോത്സവ മേളയിൽ പങ്കെടുത്ത ഒരാളാണ്. അതെ അതെ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷമൊക്കെ ഉണ്ടോ ആ ഒരു കാലഘട്ടത്തിൽ? ആഘോഷമല്ല, അന്ന് കുറച്ചൊരു ചെറിയ തോതിൽ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. എല്ലാ കലകളും ഇല്ല അന്ന്. മോഹിനിയാട്ടമൊന്നുമില്ല അന്ന്. ഭരതനാട്യം ഒന്നുണ്ടാവും, ഭരതനാട്യം ഉണ്ട്. അതുപോലെ കഥകളി ഉണ്ടാവും, പിന്നെ ഓട്ടം തുള്ളൽ. അല്ലാണ്ട് മറ്റു വെലിങ്ങനെ വിപുലം നാടോട് നൃത്തം വളരെ കുറവായിരുന്നു. അതെ, അന്ന് ഐറ്റംസ് കുറവായിരുന്നു അന്നൊക്കെ. മാത്രമല്ല, ഇത്ര വിപുലീകരിച്ച ഒരു മത്സര വാശിയോ മത്സര ബുദ്ധിയോ അന്ന് ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് ഈ കല ആസ്വദിക്കുന്നവർക്കും അല്ലെങ്കിൽ കലയിൽ പ്രവർത്തിക്കുന്നവർക്കും എപ്പോഴാണ് മത്സര ബുദ്ധി ആരംഭിച്ചത്? ഏത് കാലഘട്ടം തൊട്ടായിരിക്കും? ഏകദേശം ഒരു 20 കൊല്ലത്തിന് ശേഷം എനിക്ക് പറയാൻ പറ്റൂ. ഒരു 80 കാലങ്ങളിലാണെന്ന് തോന്നുന്നു. അത് ഈ TV ചാനലുകളുടെയും അതുപോലെ അമിതമായിട്ടുള്ള ഒരു വരവ് കാരണമാണ്. അതെ, തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെയും ചാനലുകളുടെയും ഒരു പ്രവൃത്തി വരുമ്പോഴാണ് ജനങ്ങൾക്കും കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷാകന്മാർക്കും പ്രത്യേക ഒരു മമത കൂടി അന്നേരം വാശി വന്നു. കലയോടുള്ള വൃത്തി പഠിക്കണം, അത് വൃത്തി ചെയ്യണം, പൈസ ചെലവായാലും സാരമില്ല, അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് വന്നു വൃത്തിയായി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണക്കാരായ കുട്ടികൾ, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് വേദി കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ടോ? ഇങ്ങനെ സാമ്പത്തികമായി നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. നമ്മളെ കാലത്തൊന്നും ആ വിഷമം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ വിഷമം കൂടുതൽ വന്നത്. ഭരതനാട്യച്ചാൽ ഇഷ്ടംപോലെ ഡാൻസ് മാഷന്മാർ കൂടുതലായി. അവർ വൃത്തി പഠിപ്പിക്കാതൊരു നിലയാണ്. കാരണം വൃത്തി പഠിപ്പിക്കുന്നില്ല, അവർ ലാട്ടുപോട്ടായിട്ട് ഇങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ആ നൃത്തത്തിൻ്റെ സമ്പ്രദായം, ആ പഴയ നൃത്തത്തിൻ്റെ രൂപം തന്നെ ചില സമയം ഒരു നമുക്ക് തൃപ്തിയുടെ കുട്ടികൾ അടവായാലും മുദ്രയായാലും അഭിനയമായാലും കുറച്ച് ഓവറായിട്ട് സമ്മാനം കിട്ടാനുള്ള കളി വന്നു. അന്നേരം സമ്മാനം മേടിക്കണം, അന്നേരം കുറച്ച് ചെലവ് വർദ്ധിപ്പിക്കുന്നു. അതൊക്കെ ബിസിനസ്സിലേക്ക് വന്നു. ഇപ്പം കുറച്ച് ബിസിനസ്സാണ് എല്ലാവരും. ഇനി മ്യൂസിക് പാർട്ടി ആയാലും ശരി, ഡാൻസ് മാഷന്മാരായാലും ശരി, കുറച്ച് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർക്കും ജീവിതമാർഗം വേറെ ഇല്ല. അതതിൻ്റെ വേറൊരു വശം. ഈ സമയത്തെ കിട്ടും കുറച്ച് പൈസ, ഈ കാലയളവിലാണ് കുറച്ച്. പിന്നെ അധികം പഠിപ്പിക്കാൻ കുട്ടികളും ഉണ്ടാവില്ല. അന്നേരം ഈ സമയത്ത് കുറച്ച് കിട്ടുമെങ്കിൽ പൈസ വാങ്ങിക്കുക, അതുകൊണ്ട് വാങ്ങിക്കുന്നതാണ്. മറ്റ് ഇതിനോടുള്ളൊരു ദേഷ്യം കൊണ്ടോ പണം സമ്പാദിക്കാനോ വേണ്ടി മാത്രമല്ല. ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ആൻസർ പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. എത്ര ശിഷ്യഗണങ്ങളുണ്ട്? ശിഷ്യഗണങ്ങൾ എത്ര പേരുണ്ട് ഇപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ? ഏകദേശം ഞാനിപ്പോൾ ശിശവനൂർ എൻ്റെ കണക്കിൽ ഞാൻ ഇവിടുത്തെ സമ്പ്രദായ പ്രകാരം ഒരു 1000-നടുത്ത് നല്ല നല്ല കുട്ടികൾ തന്നെ ഉണ്ടാവും.
ഞാൻ കണ്ണൂർ ക്ലാസ് എടുക്കുന്നുണ്ട്, പയ്യന്നൂർ ക്ലാസ് എടുക്കുന്നുണ്ട്, കാഞ്ഞങ്ങാട് മഹാകവി പി സ്മാരകം, അങ്ങനെ 3-4 സ്ഥലത്ത് ക്ലാസ് എടുക്കലുണ്ട്. അവിടെ വെച്ച് നോക്കിയാൽ 1000 കുട്ടികളെ കണക്കിൽ എനിക്ക് ഞാൻ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടാവും. ഈ 10, 20, 25, 30 ഞാൻ 38 കൊല്ലായി ഇവിടെ വന്നിട്ട്. പയ്യന്നൂർ വന്നിട്ട് 38 കൊല്ലായി. 85 വന്നതാ, 38 കൊല്ലായി. ശരിക്കും സ്ഥലം എവിടെയാണ് മാഷിന്റെ? പയ്യന്നൂർ തന്നെ. എന്റെ വീടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് തൊട്ടിട്ടാണ് എന്റെ വീട്. 8ാമത്തെ വയസ്സ് മുതൽ ഞാൻ തുടങ്ങിയതായി കളരി അഭ്യാസം. കളരി, അതുപോലെ തന്നെ കോൽക്കളി, കളരിയും കോൽക്കളി. അതിനുശേഷം കഥകളി, അതും ശാസ്ത്രീയമായിട്ട് കച്ചകെട്ടി ഉഴിച്ചൽ നടത്തി പഠിച്ച ആളാ. അതാണ് ശരീരത്തിന് ഒരു ഭംഗി. കഥകളിക്ക് ഉഴിച്ചലുണ്ട്, ചവിട്ടി ഉഴിച്ചല്. കഥകളിക്കുണ്ട്, കളരിക്കും അതുപോലെ ഉണ്ട്. അപ്പൊ രണ്ടും പഠിക്കുമ്പോ അതിന്റെ സൗന്ദര്യം വേറെ തന്നെ കിട്ടി. അതുപോലെ കഥകളിയുടെയും ഒരു ഒത്തുചേരലാണ് കൂടുതൽ കിട്ടിയ ഭരതനാട്യത്തിന്. ഇനി ഒരു ശരീരത്തിന്റെ ഭംഗി, ഒരു ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം പഠിക്കുമ്പോൾ ഒരു കൂടുതലായിട്ട് എനിക്ക് ഭരതനാട്യത്തിൽ കിട്ടാനുള്ള കാരണം ഇതാണ്. അതെ, അതായത് ഈ ഡാൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണോ ഭരതനാട്യം? അങ്ങനെ ഞാൻ പറയില്ല. ഇത് കഥകളി വേറെ തന്നെയാണ്, ഭരതനാട്യം വേറെ തന്നെ. പക്ഷെ എങ്കിലും ഇതിന്റെ എല്ലാം ബേസ് കഥകളിയും ഭരതനാട്യം പഠിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം കുറച്ച് വൃത്തി പഠിക്കാനാവും. അതാ വേറെ ഒന്നും. അങ്ങനെയാ ഒരു കഥകളിക്കാരനെയും ഒരു ഭരതനാട്യക്കാരനെയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം വേഗം ഈസിയായിട്ട് ചിട്ടപ്പെടുത്താനും ഒരു നല്ല രീതിയിൽ പഠിപ്പിക്കാനും നല്ല രീതിയിൽ അവതരിപ്പിക്കാനും കഴിയും. അതാ ഈ മഞ്ജു വാര്യർ അടക്കമുള്ള ഒരുപാട് താരങ്ങളെ പയ്യന്നൂരിൽ നിന്ന് വാർത്തെടുത്ത ഒരു വ്യക്തിയാണ് താങ്കൾ. തീർച്ചയായിട്ടും ഇത്രയും വർഷമായിട്ട്, ഏതാണ്ട് 38 വർഷക്കാലമായിട്ട് താങ്കൾ ഈ കലോത്സവം അല്ലെങ്കിൽ കലാമേഖലയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു കല മീൻസ് ചിലപ്പോഴെങ്കിലും പറയും നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കലാമേഖലയാണെങ്കിൽ ചിലപ്പോഴെങ്കിലും ആ ഒരു സംഭവം നമ്മുടെ ശരീരത്തിലുണ്ടാവും എന്നുള്ളത്. മാഷെ സംബന്ധിച്ച് അങ്ങനെ ഒരു എന്തെങ്കിലും ഉണ്ടോ? തറവാടുമായി ബന്ധപ്പെട്ടോ കുടുംബവുമായി ബന്ധപ്പെട്ടോ? അങ്ങനത്തെ ഒരു ബന്ധവുമില്ല. എന്റെ അച്ഛൻ റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. റെയിൽവേയിലേക്ക് നോക്കിയിട്ടും അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. എന്റെ അമ്മയും സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു എരമം മാറങ്ങലും ഒരു നാടൻ പുറത്തിലൊരു സ്ത്രീയായിരുന്നു. അച്ഛൻ്റെ റെയിൽവേയിൽ ജോലി കിട്ടിയ മാത്രമേ ഉള്ളൂ. അച്ഛനോ അമ്മക്കോ കുടുംബത്തിനോ കലാപരമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ വീട്ടിന് തൊട്ട് പിറകിലാണ് കളരി. അങ്ങനെയാണ് ഞാൻ കളരി എന്നെ ചേർത്ത തന്നെ. അച്ഛൻ പറഞ്ഞു കളരി പഠിച്ചാൽ നല്ല ഗുണമുണ്ടാവും, ശരീരം ഭംഗിയാവും, നല്ല കുട്ടി, അങ്ങനെ ചേർത്താണ്. പിന്നെ കഥകളി വന്നു. കഥകളി പഠിച്ചാൽ കുറച്ചുകൂടി കഥകളും പുരാണങ്ങളും അറിവും നല്ല കിട്ടും. അതും പഠിച്ചോ, അതും പഠിച്ചു. ഈ പ്രീ ഡിഗ്രി കാലത്ത് ഈ കലകളിൽ തന്നെയായിരുന്നു ജീവിതം. അതിനുശേഷമാണ് ഞാൻ അടയാർ കലാക്ഷേത്രം ചെന്നൈയിലേക്ക് പോയത്. രുക്മിണി ദേവി അരുണ്ടേന്റെ കലാക്ഷേത്രം. അവിടെ പോയിട്ട് 5-6 വർഷം പഠിച്ച് അവിടെ 3-4 വർഷം ടീച്ചറായി. അതിനുശേഷമാണ് പുറത്തേക്ക് വന്നത്. ആ പുറത്തേക്ക് വരുന്നതോ അതേപോലെ നല്ലൊരു സ്ഥാപനമുണ്ട്, ഭരത കലാഞ്ജലി, ധനഞ്ജയ ദമ്പതികളുടെ, പത്മഭൂഷൺ ധന്യ ദമ്പതികളുടെ. അവിടെ ഒരു 4-5 വർഷം സ്വന്തം സഹോദരനെ പോലെ ധനഞ്ജേട്ടൻ എന്നെ വളരെ സ്നേഹത്തോടുകൂടി പഠിപ്പിക്കലും പ്രോഗ്രാമായിട്ട് ഒരു 5-6 കൊല്ലം അവിടെ. 1985 ഞാൻ പയ്യന്നൂരേക്ക് വന്നത്. അന്നേരം ചുരുക്കി പറഞ്ഞാൽ 8 വയസ്സ് മുതൽ ഇപ്പൊ 75 പൂർത്തിയായി. 76ാമത്തെ വയസ്സാ. ഇതുവരെ കലാരംഗത്ത് തന്നെ, നൃത്തരംഗത്ത് തന്നെയാണ്. അച്ഛൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കലാമേഖലയിൽ നിന്ന് മാറിയിട്ട് എന്റെ ജോലി പിന്തുടരണം എന്ന് ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ല? അച്ഛനോട് പറഞ്ഞിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ട് ഒരു സ്റ്റേഷൻ മാഷ പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അതിന് പരീക്ഷയ്ക്ക് പോയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും റെയിൽവേയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. എൻ്റെ തലബുദ്ധി കുറച്ചുകൂടി കലാപരമായിട്ട് നീങ്ങി ആ ലെവലിൽ പോയി. അതിനുശേഷം അവിടെ പഠിച്ചു വളർന്നപ്പോൾ അച്ഛന് വളരെ ഇഷ്ടമായി. ഞാൻ പുറമേലും പോകുന്നുണ്ട്, ആ കലാക്ഷേത്രം അവിടുത്തെ മാഷ് പറഞ്ഞു നല്ല സന്തോഷമായിരുന്നു. ആദ്യം പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. കലാരംഗം എന്ന് പറഞ്ഞ് കലക്കായിട്ട് പോകാൻ ഇഷ്ടമുണ്ട്. ഏതെങ്കിലും ഒരു ടീച്ചറായിട്ടോ ഒരു ബാങ്കിലോ ഒരു മാഷായിട്ടോ ജോലി നോക്കിക്കോ, അല്ലെങ്കിൽ റെയിൽവേയിൽ ഞാൻ നോക്കാൻ അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ്.
കലാക്ഷേത്രത്തിൽ പോയി പഠിച്ചു വന്ന് അവിടെ മാഷായി അമേരിക്ക, റഷ്യ, ജർമ്മനി, യൂറോപ്പ്, അങ്ങനെ മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ പല സ്ഥലത്ത് പോകുമ്പോൾ നല്ലേ. അതെ, ഇപ്പൊ ഒറ്റക്ക് തന്നെ കുവൈത്ത്, ദുബായ്, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലത്ത് സ്വന്തം പോകാൻ തുടങ്ങി. മുമ്പേ പോയതൊക്കെ കലാക്ഷേത്രത്തിന്റെ കൂടിയും രാജ്ഞാട്ടിന്റെ കൂടിയായിരുന്നു. രാവിലെ എത്ര മണിക്ക് എത്തി മാഷ് ഇവിടെ കലോത്സവ നഗരിയിൽ? എത്ര മണിക്ക് എത്തി? ഞാൻ ഇവിടെ ഒരു 10:15 എത്തി. ഏതാണ്ട് എല്ലാ വേദികളിലൂടെ യാത്ര ചെയ്തു. 2-3 വേദിയിൽ പോയി സിംഗിൾ ഡാൻസ് കണ്ടു, ആൺകുട്ടികളെ ഭരതനാട്യം കണ്ടു. ഇനി അവരെ UP ഉണ്ട്, അതുപോലെ ഇന്നലെയും വന്നിരുന്നു കുറച്ചു നേരം. ഇപ്പോ ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? മത്സരാർത്ഥികളോട് കാര്യമായിട്ട് പറയാനുള്ളത്, കല പഠിക്കാൻ വേണ്ടി വരുമ്പോൾ കുറച്ചുകൂടി ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി കലയെ സ്നേഹിച്ച് പഠിക്കണം. നവരസങ്ങളൊന്ന് ചെയ്താൽ മതി. ശരിക്കും സ്ത്രീകളെയും പിടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നോക്കി അടവന്ന് ഒരു സ്നേഹത്തോടുകൂടി അടുത്തത് ഭയാനകം. ശരിക്കും അവരും അതിൽ നിന്ന് കരുണ, അതിൽ നിന്ന് രൗദ്രം, അതിൽ നിന്ന് ഹാസ്യം, ബീഭത്സം. രക്ഷയിലോട്ട് ഭയങ്കര സന്തോഷം. ഒരുപാട് കാരണം ഒരുപാട് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് പേരെ കാണാൻ പറ്റും, പഴയ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ പുതുക്കാൻ പറ്റും അല്ലേ? അപ്പൊ എന്തായാലും എന്റെ ഓർമ്മയിൽ ഒരു മൂന്നാമത്തെ ജില്ലയാണോ സംശയം, രണ്ടുറപ്പാണ്, മൂന്നാമത്തെ സംശയം എന്റെ ഓർമ്മയിൽ. ശരി ശരി, ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, അതാണ് നമുക്ക് കാണാനും ഒരുപാട് സന്തോഷം. എപ്പോഴും മാഷെ കാണുമ്പോൾ ഒരു ചിരിച്ച മുഖമാണ് എപ്പോഴും ഉണ്ടാവും. അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, നല്ല ശിഷ്യഗണങ്ങൾ ഉണ്ടാവട്ടെ. ഞാൻ ഈ പയ്യന്നൂർ അമ്പലത്തെ ആരാധന മഹോത്സവത്തിന് ഒരു പരിപാടി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഞാനും എന്റെ മകളും എന്റെ മകളും കൂടി ഒരു ഐറ്റം ചെയ്യുന്നുണ്ട്. ആരാധന മഹോത്സവം നവംബർ 25 അല്ലേ? ശരി മോശം, ഓക്കെ. വളരെ സന്തോഷം. എല്ലാവിധ ആശംസകൾ പറയാൻ ഞങ്ങൾ ഒന്നുമല്ല എങ്കിലും സ്നേഹം കൊണ്ട്. ഓക്കെ, സന്തോഷം.